ഇന്നലെ നമ്മൾ സുന്ദരകാന്ഡത്തിന്റെ സമർപ്പണം, സീതാദേവിയെ ദർശിച്ച് തിരിച്ച് എത്തി ആഞ്ജനേയൻ ശ്രീരാമചന്ദ്രന്റെ സവിധത്തിലെത്തി ഭഗവാനോട് കാര്യങ്ങളൊക്കെയും വിശദമായിട്ട് പറയുന്ന ഭാഗങ്ങളാണ് കണ്ടത്. സീതാദേവിയെ കണ്ടെത്തിയെങ്കിൽ പോലും ഇനി എങ്ങനെയാണ് ലങ്കയെ എത്തിച്ചേരുക, സമുദ്രത്തെ തരണം ചെയ്യുക എന്നുള്ള കാര്യത്തെ പറ്റിയുള്ള ആലോചനകളായി പിന്നീട് ലംഘനം ചെയ്തു സമുദ്രത്തെയും ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടോ ഞാൻ. അങ്ങ് വിഷമിക്കൊന്നും വേണ്ട, ലങ്കയിലെത്തി രാവണനെ കൊന്ന ദേവിയെ കൊണ്ടുവന്ന് അങ്ങേക്ക് തരാൻ സാധിക്കും എനിക്കെന്ന് സുഗ്രീവൻ ഉറപ്പു കൊടുക്കുകയാണ്. ഇങ്ങനെ ആശ്വസിപ്പിച്ച് ആ ഒരു വാക്കുകളൊക്കെ കേട്ട ശ്രീരാമചന്ദ്രൻ പിന്നീട് തന്റെ മുൻപില് തൊഴുതു നിൽക്കുന്നതായ ആഞ്ജനേയനോട് ലങ്കയെ പറ്റിയുള്ളതായ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഒരു ഏകദേശ രൂപം ലങ്കയെ പറ്റി പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ, കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കെ കാട്ടിത്തരിക വേണം വജസാ ഭവാൻ. നിന്റെ വാക്കുകളിൽ കൂടി എനിക്ക് ലങ്കയെ പറ്റിയുള്ള ഒരു വിവരണം വേണം, ലങ്കയെ കാണിച്ചു തരണമെന്ന് പറഞ്ഞ സമയത്ത് ആഞ്ജനേയൻ ഭഗവാന് ആ ലങ്ക മുഴുവനായിട്ട് താൻ കണ്ടതായിരിക്കുന്ന ലങ്കയെ വിശദമാക്കി കൊടുക്കുന്നു രാമചന്ദ്രന്. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേവരും, നക്ഷത്രമുത്രം അതും വിജയപ്രദം രക്ഷോജനക്ഷമാമൂലം കതിപ്രദം. അവിടുന്ന് എത്തി സമുദ്രതീരത്തെത്തി അങ്ങനെ അവര് നിന്നു, സമുദ്രത്തെ കണ്ട് അതിനെ ലംഘിക്കുന്ന അല്ലെങ്കിൽ തരണം ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങളെ ആലോചിച്ചുകൊണ്ട് എന്താണ് വേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നിന്നതായിരിക്കുന്ന സമയത്ത് ഇതേ സമയം തന്നെ രാവണന്റെ കൊട്ടാരത്തിലും വളരെ തിരക്കിട്ട ആലോചനാദി കാര്യങ്ങളൊക്കെയും നടക്കുകയാണ്. യാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ, മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂക്കോട് വന്നകമ്പൊക്കൊരു വാനരൻ, ജാനകി തണ്ണയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുഭവനം. രാവണൻ തന്റെ മന്ത്രിസഭയില് മന്ത്രിമാരോടും മറ്റ് സേനാനായകന്മാരോടും ഒക്കെ ആയിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിശകലനം ചെയ്ത് മാരുതി ഇവിടെ വന്ന് ചെയ്തു പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. ഇനി എന്ത് വേണമെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് എന്നോട് പറഞ്ഞു തരണം എന്നൊക്കെയാണ് രാവണൻ തന്റെ മന്ത്രിമാരോടൊക്കെയും ആവശ്യപ്പെട്ടത്. ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ വന്നപ്പോഴ് ചുരുക്കത്തില് രാവണനെ അനുകൂലിച്ച് വന്നവര് വളരെ ചുരുക്കമായിരുന്നു. എല്ലാവരും വിരുദ്ധമായിരിക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ രാജാവെന്നുള്ള നിലയില് രാവണൻ തന്നെ പിന്നീട് ഒരു തീരുമാനമെടുത്തു. എന്ത് തന്നെ ആയാലും യുദ്ധത്തിന് പുറപ്പെടുകയാണ് എന്നുള്ളതും എല്ലാവരും തന്റെ ആജ്ഞയെ പാലിക്കണം, യുദ്ധത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം എന്നൊക്കെയുള്ള ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു രാവണൻ. ഈ സമയത്താണ് കുംഭകർണന്റെ വരവ്. കുംഭകർണൻ കുറെ ഉപദേശങ്ങളൊക്കെ ജ്യേഷ്ഠനായിക്കൊണ്ട് കൊടുത്തു. പറയണത്, ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും, ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. അതുകൊണ്ട് എന്തു വേണം? ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. ഇപ്പൊ കുംഭകർണൻ ഇതൊക്കെ കേട്ട സമയത്ത് കുംഭകർണൻ ജ്യേഷ്ഠനോട് പറഞ്ഞത് തന്നെ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ച് ദേവനായിട്ട് മാറുക, ദേവത്വം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം ഈ ലോകത്തില് ജന്മമെടുത്താലും. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല.
ഇപ്പോൾ അങ്ങ് ചെയ്തതായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം അങ്ങയുടെ തന്നെ ജീവഹാനിക്ക് കാരണമായിട്ട് തീരുന്നതാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. രാമൻ മനുഷ്യനല്ലേ സ്വരൂപനം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി. കുംഭകർണന് നല്ല ബോധ്യമുണ്ട് ശ്രീരാമചന്ദ്രൻ കേവലം ഒരു മനുഷ്യനല്ലെന്നും സാക്ഷാൽ മഹാവിഷ്ണുവായ നാരായണൻ തന്നെയാണ്, ആ ദേവി ലക്ഷ്മി ഭഗവതിയാണ് സീതയായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതായിരിക്കുന്ന ആ ഒരു കാര്യത്തെ കുംഭകർണന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്റെ ജ്യേഷ്ഠന്റെ പ്രവൃത്തി അധാർമികമാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചിട്ട് ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതും മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ച് താനേ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നതിവണ്ണം. ഏതൊരു രൂപത്തിലാണോ അഗ്നിയുടെ ആ ഒരു ശോഭയില് അതിന്റെ പ്രഭയിൽ മയങ്ങിയിട്ട് പാറ്റയൊക്കെയും അതിൽ തന്നെ വീണ് തന്റെ ജീവനെ ഇല്ലാതാക്കി കളയുന്നത്, അതുപോലെ തന്നെയാണ് നീ ഇപ്പോൾ ജാനകിയെ കണ്ടിട്ട് അതിൽ ഭ്രമിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ മോഹിച്ച് കൊണ്ടുവന്ന് നീ വെച്ചിട്ടുള്ളതായിരിക്കുന്നത് ഒട്ടും നിനക്ക് നല്ലതല്ല. കർമ്മങ്ങള് പൂർവജന്മ കർമ്മവാസനയിൽപ്പെട്ട് ഓരോന്നും ചെയ്യുമെന്നുള്ളപ്പോ അജ്ഞാനികളായിട്ടുള്ള ആളുകളെ പറ്റി പറയേണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെയും കുംഭകർണൻ ആ ഒരു ഉപദേശമൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു. മാനസേ ജാനകി തന്നെ അനുഭവിച്ചിടുമി, മാനസേ ഖേദമുണ്ടാകരുതേതുമി, ദേഹത്തിനന്തരം വന്നു പോമുണ്ണമേ മോഹിച്ചതാകന്ത സാധിച്ചുകൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷന് വന്നിടുമാപത്ത് നിർണയമോർത്തുകൾ, ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ജാനകിയെ തിരിച്ചു കൊണ്ട് കൊടുത്താൽ അത് നിനക്ക് വളരെ നന്മയ്ക്കായിക്കൊണ്ട് ഭവിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുംഭകർണൻ പറഞ്ഞു കൊടുത്തു ജ്യേഷ്ഠന്. പക്ഷെ അനുജന്റെ ഈ ഹിത ഉപദേശങ്ങളൊക്കെ കേട്ടിട്ട് രാവണന് ദേഷ്യമാണ് ഉണ്ടായത്. പറഞ്ഞതിന്റെ ആ ഒരു യാഥാർത്ഥ്യത്തെ ഒരിക്കലും മനസ്സിലാക്കാൻ ആപത്ത് വന്ന് അടുത്ത് നിൽക്കുന്നതായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബുദ്ധി കെട്ടുപോയി കഴിയുമ്പോൾ, വിവേകം നശിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും മറ്റുള്ളവർ പറയുന്നതിനെ നന്മകളെ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. രാവണന്റെ മരണം അടുത്തിട്ടുണ്ട്. ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാൾക്ക് പോലും സാധിക്കില്ല. സ്വയം മരണത്തിലേക്ക് ചെന്ന് ചാടിയതാണ് സീതയാകുന്ന ആ ഒരു യോഗമായയിൽ കൂടി. ആ മായയിൽപ്പെട്ടു ഭ്രമിച്ചിട്ട് തൻ്റെ തന്നെ നാശത്തിനായിക്കൊണ്ട് രാവണൻ ചെയ്ത പ്രവൃത്തിയെ മറ്റാരൊക്കെ ഇനി അതിനെ അങ്ങനെ അല്ലാതാക്കി തീർക്കാൻ ശ്രമിച്ചാലും അത് സാധിക്കാനേ പോകുന്നില്ല എന്ന് പറയും. ഒരുപാട് പേര് ഉപദേശിക്കാനൊക്കെയും വന്നു. വിഭീഷണൻ വന്ന് ജ്യേഷ്ഠന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊന്നും പറഞ്ഞിട്ടും രാവണന്റെ ചെവിയിൽ ഇതൊന്നും കയറിയില്ല. കാരണം രാവണൻ സ്വയം തന്റെ നാശത്തിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. മഹാഭാരതത്തില് പറയും, ജാനാമി ധർമ്മം നജമേ പ്രവർത്തി, ജാനാമി അധർമ്മം നജമേ നിവൃത്തി എന്നാണ് പറയുക. ധർമ്മം എന്താണെന്നുള്ളത് എനിക്കറിയാം, പക്ഷെ അത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അധർമ്മം എന്താണെന്നുള്ളതും എനിക്കറിയാം, പക്ഷെ അത് പ്രവർത്തിക്കാതിരിക്കാനും കഴിയുന്നില്ല. ഇപ്പൊ പലപ്പോഴും പ്രപഞ്ചത്തില് മനുഷ്യര് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ധർമ്മമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഓരോന്നും ചെയ്യുന്നത്. തന്റെ പുത്രനോടുള്ള വാത്സല്യം കൊണ്ട് സഹോദരപുത്രന്മാരെ അകറ്റി നിർത്തിയപ്പോ രാജ്യത്ത് നിന്ന് തന്നെ യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന, അവർക്ക് അവകാശപ്പെട്ടതായിരിക്കുന്നത് ഒന്നും കൊടുക്കാതെ അവരെ തന്റെ രാജ്യത്ത് നിന്ന് മാറ്റി നിർത്താൻ കാരണം സ്വന്തം പുത്രന്മാരോടുള്ളതായ അമിതമായിരിക്കുന്ന സ്നേഹവാത്സല്യങ്ങളാണ്. ഈ സ്നേഹവാത്സല്യം കൊണ്ട് തന്നെ ഭാഗ്യമായിട്ട് ധൃതരാഷ്ട്രൻ അന്ധനാണെങ്കിൽ പോലും കായബലം കൊണ്ടോ അറിവ് കൊണ്ടോ മറ്റുള്ള ഏതൊരാളെക്കാൾ മികച്ചു നിൽക്കുന്ന ആള് തന്നെയാണ് ധൃതരാഷ്ട്രൻ. അതുപോലെ തന്നെ പരാക്രമശാലികളായിരിക്കുന്ന 101 മക്കളുടെ പിതാവുമാണ്. ഈ 101 മക്കളുടെ പിതാവായിരിക്കുന്ന ഒരാള് 5 മക്കളെ
ഈ 101 പേരുടെ കൂടെ കാണാൻ സാധിക്കാതെ വന്നു ആ ഒരു പിതാവ്. അതുകൊണ്ട് തന്നെ അവരോട് ചെയ്തതായിരിക്കുന്ന അക്രമം, ദുര്യോധനൻ രാജ്യാവകാശത്തെ ഉറപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് താൻ ചെയ്തതായിരിക്കുന്ന അന്യായത്തെ ഓർത്ത് പിന്നീട് ദുഃഖിക്കേണ്ടി വന്ന ഒരച്ഛന്റെ വാക്കുകൾ. ധർമ്മം അറിയാഞ്ഞിട്ടല്ല അധർമ്മത്തിന് കൂട്ടുനിന്നത്. പലപ്പോഴും ഇതങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരിക. നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളിലും ഒക്കെ ധാരാളം കഥകൾ ഇതുപോലെ നമുക്ക് മനസ്സിലാവാൻ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാത്തിലും അധർമ്മം കൊണ്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ വന്ന് ഭവിക്കുന്നതായിരിക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും ധർമ്മം കൊണ്ട് കിട്ടുന്നതായിരിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് പറയുക. ആ ഒരു അവസ്ഥയില് യുദ്ധത്തിനൊക്കെ പുറപ്പെടുന്ന സമയത്ത്, വനവാസത്തിനൊക്കെ പോകുന്ന സമയത്തൊക്കെ തന്റെ മക്കളെ ന്യായീകരിച്ച് സംസാരിക്കുന്നു. പാണ്ഡവന്മാരോട് പറഞ്ഞു ദുര്യോധനൻ, ധൃതരാഷ്ട്രര്, ഈ രാജ്യഭാരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, വനത്തിൽ വസിക്കുന്നതല്ലേ നല്ലത്. ദുര്യോധനൻ വളരെ ശാഠ്യക്കാരനാണ്, ദുശീലമാണ്, അതുകൊണ്ട് അവൻ ഈ രാജ്യഭാരം അനുഭവിച്ച് ക്ലേശിക്കട്ടെ എന്നാണ് ന്യായം കണ്ടെത്തിയത്. അവരോട് പറഞ്ഞു, നിങ്ങൾ സുഖമായിട്ട് വനത്തിൽ പോയിട്ട് ജീവിച്ചോളാം. ഇതാണ് പലപ്പോഴും സംഭവിക്കുക. പുറമേ ഉള്ളതായിരിക്കുന്ന സ്നേഹമോ പ്രകടനങ്ങളോ ചിരിയോ ഒന്നും യഥാർത്ഥത്തിലുള്ളതല്ല. അത് തന്നെ ഇവിടെ രാവണനും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അധർമ്മമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരധർമ്മത്തെ പ്രവർത്തിച്ച് അതിന്റെ ഫലമായിട്ട് തൻ്റെ കുലത്തിലുള്ളതായിരിക്കുന്ന സർവരുടെയും നാശത്തിന് കാരണമാക്കി മാറ്റി. ചെയ്യാൻ പാടില്ലെന്നറിയാം, താൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. ഒരു രാജാവ് എപ്പോഴും രാജനീതിക്ക് അനുസൃതമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നറിയാം. സീതയേക്കാൾ ഒരുപാട് സുന്ദരിയാണ് രാവണന്റെ ഭാര്യയായിരിക്കുന്ന മണ്ഡോദരി. അല്ലെങ്കിൽ അതിലും സൗന്ദര്യവതികളായിരിക്കുന്ന ധാരാളം സ്ത്രീകൾ ലങ്കയിലുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ആഗ്രഹിക്കുന്നത് എന്തും തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു രാജാവായിരുന്നിട്ട് പോലും സീതയോട് തോന്നിയ അഭിനിവേശം, വിഷയത്തിലേക്ക് പോയ മനസ്സ്, ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട് രാവണന് പിന്നീട് ഒരുപാട് ദുഃഖങ്ങളെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ മൂല്യച്യുതി ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അന്നും ഇന്നും ഒക്കെ ഒരുപോലെ തന്നെ അധർമ്മം അങ്ങനെ കൂടുതൽ പ്രബലമാകുമ്പോൾ അവതാരങ്ങളൊക്കെ ഉണ്ടാവും. ശ്രീകൃഷ്ണൻ അവതരിച്ചു, കംസന്റെ ആ ഒരു അധർമ്മം വർദ്ധിച്ചപ്പോഴും ശ്രീരാമൻ അവതരിച്ചു രാവണന് വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ മഹാത്മാക്കളെയും നമുക്ക് കാണാം. യേശു ക്രിസ്തു ആയാലും മുഹമ്മദ് നബി ആയാലും എല്ലാവരും ഓരോ തരത്തിലും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവതാരം എടുത്തത് എങ്കിൽ പോലും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അധർമ്മം കൂടുതൽ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത് മാത്രമാണ് ഒരു പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു ഫലമായിട്ട് വരിക. എത്രയോ മഹാത്മാക്കൾ ഇതിനു മുമ്പും വന്നു പോയി, എല്ലാം മനസ്സിലാക്കി തരാൻ വേണ്ടി, അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു തരാൻ വേണ്ടി. അപ്പൊ എത്ര ആളുകൾ വന്നപ്പോഴും എന്തൊക്കെ പറഞ്ഞപ്പോഴും അവരുടെ ജീവിതം തന്നെ ഒരു മാതൃകയാക്കി കാണിച്ചു തന്നപ്പോഴും ഈ ലോകത്തില് അധർമ്മത്തിനൊരു കുറവും സംഭവിച്ചില്ല, ആ മൂല്യച്യുതിക്ക് ഒരു കുറവും സംഭവിച്ചില്ല. അതങ്ങനെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിന്റെ ഒക്കെയും കാരണം അവരവരുടെ ആ ഒരു കർമ്മത്തിന്റെ ഫലമാണെന്നാണ് പറയുന്നത്. രാവണൻ ഇനി അനുഭവിക്കാൻ പോകുന്നതെല്ലാം ഇപ്പോഴും തുടക്കത്തിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനിയാണ് അങ്ങോട്ട് അനുഭവങ്ങളുടെ ഒരു പരമ്പര വരാൻ പോണത്. എനിക്കെല്ലാം സാധിക്കും, എന്നെ ആരും തോൽപ്പിക്കാനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് രാവണൻ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലം അതിന്റെ തുടക്കമാവാൻ പോവുകയാണ് അധികം വൈകാതെ തന്നെ. അപ്പൊ ഈ കർമ്മം ചെയ്തു വെച്ചത് താനായതുകൊണ്ട് അതിന്റെ ഫലവും അനുഭവിക്കണം. പക്ഷേ ഈ ഫലം അനുഭവിക്കുന്നത് ആ കർമ്മം ചെയ്ത ഒരാൾ മാത്രമൊന്നുമല്ല, ആ രാജ്യത്തിലുള്ള ലങ്കയിലുള്ള മുഴുവൻ ആൾക്കാരും അനുഭവിക്കേണ്ടതായിട്ട് വരും. അതും തന്നെയാണ് പലപ്പോഴും ഒരാൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവരിൽ മാത്രമല്ല ഒതുങ്ങുക. നിരപരാധികളായിരിക്കുന്ന ധാരാളം ആളുകള് അതിനെ അനുഭവിക്കേണ്ടതായിട്ടും വരും. വന്ദിക്കുന്നു ചരാചരത്തെ അവയെ കാക്കും സുരന്മാരെയും, എന്നാൽ എന്തവരാൽ ഫലം വിധികൃതം തന്നിടുവോരല്ലയോ. എന്നാൽ ആ വിധിയെ തൊഴാം
വിധിയഹോ കർമാലകൻ, കർമ്മമെന്തെന്നാൽ മൽകൃതയജ്ഞമാകുമതിനാൽ എന്നെ ഭജിക്കുന്നു ഞാൻ. ആരെയാണ് നമ്മൾ ഭജിക്കേണ്ടത്? ആരെയാണ് വന്ദിക്കേണ്ടത്? സാധാരണ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും, ഈ പ്രപഞ്ചം ഉണ്ടാക്കി ചരാചരങ്ങളെയും സംരക്ഷിച്ചു വരുന്നതായിരിക്കുന്ന ദേവന്മാരുണ്ട്, അവരെയാണ് ഉപാസിക്കേണ്ടത്, ഭജിക്കേണ്ടത്, വന്ദിക്കേണ്ടത് എന്നൊക്കെയും പറയാം. പക്ഷെ ദേവന്മാരുടെ ഒക്കെയും കർമ്മം അല്ലെങ്കിൽ അവരുടെയൊക്കെ അവർ ചെയ്യുന്നതായിരിക്കുന്ന കാര്യം ഓരോ ആളുകളും ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ അനുസൃതമായിരിക്കുന്ന ഫലം അവർക്ക് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്താണോ ചെയ്തത്, പ്രവർത്തിച്ചത്, അതിന്റെ ഫലമാണ് എനിക്ക്, അത് മാത്രമേ തരാൻ നിവർത്തിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയണ എല്ലാം വിധിക്ക് അനുസൃതമാണ്, എല്ലാം വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കും. ഏതെങ്കിലും ഒരു ദുഃഖം വന്നാലോ കഷ്ടകാലം വരുമ്പോഴോ പലപ്പോഴും നമ്മൾ പറഞ്ഞ് സമാധാനിക്കുന്നത് ഇങ്ങനെ ഒരു വിധിയായി പോയല്ലോ എന്നാണ്. അപ്പൊ നമ്മൾ വിധിയെ പഴിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വിധിയെ സ്തുതിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. അപ്പോഴും പറയണം, വിധി എന്നുള്ളത് അതിനെ സ്തുതിച്ചിട്ട് കാര്യമില്ല. വിധിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിന്റെ ഗതിയെ പാലിക്കുക എന്നുള്ളത് മാത്രമാണ് വിധിയുടെ ഒരു ജോലി. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം പുണ്യപാപങ്ങളെ നിശ്ചയിച്ച് പുണ്യമാണെങ്കിൽ പുണ്യം, പാപമാണെങ്കിൽ പാപം അതിനെ നൽകുക. വിധിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആ കർമ്മം എന്താണോ അതിന്റെ ഗതിയെ പാലിക്കുക എന്നുള്ളത് വിധിയുടെ ഒരു വഴി. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരെയാണ് ഭജിക്കേണ്ടത്? എന്നെ തന്നെ ഭജിക്കുന്നു ഞാൻ. കാരണം എന്താ? എന്റെ കർമ്മമാണ് എന്നെ കൊണ്ടുപോകുന്ന സംസ്കാരം ഏതായാലും അതിലേക്ക്. ഏതൊരു സംസ്കാരത്തിൽ ഞാൻ എത്തിപ്പെടുന്നു അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ആരെയാണ് ഭജിക്കേണ്ടത്? എന്നെ തന്നെ ഭജിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ എന്നെ തന്നെ ഭജിക്കാൻ എനിക്ക് സാധിച്ചാൽ പിന്നീട് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ദോഷമുള്ളതൊന്നും ഞാൻ ചെയ്യുകയില്ല. എനിക്ക് ദോഷമുള്ളതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തെ, എന്നെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടം സാധിക്കുന്ന അതിനനുസൃതമായിരിക്കുന്ന കർമ്മങ്ങളെ ഞാൻ ചെയ്യും. എന്നെ ഞാൻ ഭജിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇതൊരു ചൈതന്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചൈതന്യമാണ് ഞാനെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ സ്വയം ഈശ്വരനാണെന്ന് എനിക്ക് ബോധ്യം വരും. ഞാൻ ഈശ്വരനായി കഴിയുമ്പോൾ എനിക്ക് മറ്റൊരാളെ ദ്രോഹിക്കാൻ കഴിയില്ല. ഒരാളുടെ നാശവും ഒരാളുടെ നഷ്ടവും ഒരാളുടെ ദുഃഖവും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ ഈശ്വരനായി മാറിക്കഴിയുന്ന, സ്വയം ഈശ്വരനായിട്ട് മാറുന്നതായിരിക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ നല്ലത് മാത്രം ചെയ്യാൻ ആഗ്രഹിക്കും, നന്മ മാത്രം ചെയ്യും. അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഉയരാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സമാധാനക്കേടൊക്കെ മാറി, എനിക്ക് ദുഃഖങ്ങളൊന്നും ഇല്ലാണ്ടായി, എനിക്ക് യാതൊരു രീതിയിലുള്ള അസ്വസ്ഥതകളും ഇല്ല, എനിക്ക് രോഗമൊന്നും ഇല്ലാതെയായി. കാരണം ഞാൻ ഇതിനൊക്കെ എല്ലാത്തിൽ നിന്നും വിടുതൽ നേടുന്നതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ പറ്റും. അപ്പോൾ പിന്നെ സമാധാനം എന്നുള്ളത് എവിടെയും അന്വേഷിച്ചു പോകാതെ എന്നിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ എന്നെ തന്നെ എനിക്ക് ഭജിക്കാൻ സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ ഭജിക്കാൻ സാധിക്കും. അവിടെയോ ഇവിടെയോ മറ്റെവിടെയെങ്കിലും ഉള്ളതായിരിക്കുന്ന ഒരു സ്ഥലത്തിരിക്കുന്ന ഏതെങ്കിലും ഒന്നിനെ നാം ഭജിക്കുമ്പോൾ സ്വയം മനസ്സിലാക്കുക അതൊരു ഉപാധി മാത്രമാണ്. അത് നമുക്ക് ഉയർന്നു വരാൻ, നമുക്കറിയാൻ, നമ്മുടെ അജ്ഞാനത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നാം കണ്ടുവയ്ക്കുന്ന ഒരു ഉപാധി മാത്രമാണെന്നും ആ ഉപാധിയായിരിക്കുന്ന വിഗ്രഹത്തിൽ കൂടി, ഫോട്ടോയിൽ കൂടി നാം കാണുന്നത് നമ്മുടെ തന്നെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന ആ ഒരു ചൈതന്യമാണെന്നും മനസ്സിലാക്കി ആ ചൈതന്യം എൻ്റെ ഉള്ളിലായതുകൊണ്ട് അതിനെ ഞാൻ എപ്പോഴും എപ്പോഴും നിരന്തരമായിട്ട് സ്തുതിക്കുക, ഭജിക്കുക. അതുകൊണ്ട് നമ്മൾ നമസ്തേ പറയുന്നു. നമസ്തേ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ തന്നെ ഹൃദയത്തോടാണ് നമ്മുടെ ആ നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് ഈശ്വരൻ. ആ ഈശ്വരനെ തന്നെ ഞാൻ നിങ്ങളിലും കാണുന്നു എന്ന് മനസ്സിലാക്കും. അങ്ങനെയുള്ള രീതിയിലേക്ക് മാറാൻ സാധിച്ചാൽ നമുക്ക് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രത്തിലും പോകേണ്ട ആവശ്യം വരില്ല. ഒരു ഇഞ്ച് സ്ഥലത്തിന്റെ കൂടുതലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിർത്തി തർക്കത്തിന് വേണ്ടിയിട്ട്
കോടതി കയറിയിറങ്ങാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടാവുന്നില്ല നമ്മുടെ സഹോദരനെതിരായിട്ട്. അവന്റെ പേരിൽ നമ്മൾ കൊടുക്കും കേസൊക്കെ. എന്താ കാര്യം? 1 ഏക്കറോ 1/2 ഏക്കറോ 5 സെന്റോ കുറഞ്ഞു പോയി എന്നുള്ളതിന്റെ പേരിൽ അത് വാങ്ങിയെടുക്കാൻ വേണ്ടി എത്ര നാള് കോടതിയിൽ കയറി ഇറങ്ങാനും മടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി. ഇപ്പൊ ത്യാഗം ചെയ്യാനോ ത്യജിക്കാനോ ഒരു വിട്ടുവീഴ്ചയ്ക്കോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കാനോ നമുക്ക് സാധിക്കാതെ ഇരിക്കും. സ്വയം നമ്മൾ അഭിമാനിക്കുകയും ചെയ്യും, ഞാൻ ഈശ്വരന്റെ സ്വന്തം ആളാണ്, അടുത്ത ആളാണ്, എന്നേക്കാൾ കഴിഞ്ഞ ഭക്തനില്ല, എന്റെ കർമ്മങ്ങളൊക്കെ ശരിയാണ്, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ തന്നെയാണ് ശരി. അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനില്ല. മറ്റുള്ളവരൊക്കെ തെറ്റാണ്, ഞാൻ ശരിയാണ്. അതാണ് നമ്മുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിഗമനം. ഈ ഒരു ചിന്തയിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും സൗഹൃദമോ സമാധാനമോ മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റില്ല, നമുക്ക് അനുഭവിക്കാനും സാധിക്കില്ല. നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ വൈകല്യങ്ങളും നമ്മുടെ കുറവുകളും നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ മറ്റുള്ളവരിലെ നന്മകളെ കാണാൻ സാധിക്കും എന്ന് പറയും. അപ്പൊ നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളാണ് എല്ലാത്തിൻ്റെയും വിധികർത്താവായിട്ടുള്ളത്. ചീത്ത പ്രവൃത്തി ചെയ്താൽ ഒരിക്കലും നല്ലത് കിട്ടുകയില്ല. ഇതൊക്കെയും ബോധ്യം വന്ന് നമ്മുടെ കർമ്മങ്ങൾ ഓരോന്നും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചു കഴിയുമ്പോൾ അന്യായമായിരിക്കുന്ന അധാർമികമായിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാത്തിനും പരിഹാരമാകും. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ ജീവിക്കാൻ സാധിക്കും എന്ന് പറയും. ഇപ്പൊ വാശിയും വൈരാഗ്യവും തൻ്റെ ഇടവും അഹങ്കാരവും ഞാനെന്ന ഭാവവും അഹം എന്നുള്ള ഭാവവും അഹം മമ എന്ന ഭാവവും ഒക്കെ നമ്മിൽ നിന്നൊന്ന് മാറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് പറയും. ഇപ്പോൾ ഈ രാവണ യുദ്ധമൊന്നും ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ യുദ്ധത്തിന്റെ പേരിൽ നമ്മുടെ തന്നെ സ്വസ്ഥത നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമൊന്നും വരുന്നും ഇല്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ആവർത്തിച്ച് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി വീണ്ടും 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 പറയണത്, നിങ്ങളെ താഴ്ത്തുന്നതും നിങ്ങളെ ഉയർത്തുന്നതും നിങ്ങൾ തന്നെയാണ് എന്ന്, മറ്റൊരാൾക്കും സാധിക്കില്ല എന്ന്. ആത്മാവിനെ ഉയർത്തണമെങ്കിൽ ഉയർത്താം, താഴ്ത്തണമെങ്കിൽ താഴ്ത്താം. എല്ലാ പരാജയങ്ങൾക്കും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പരാജയങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാകാൻ രാവണൻ ഇപ്പോൾ യുദ്ധത്തിന് പുറപ്പെടാൻ പോവുകയാണ്. അപ്പൊ ഏതിനും നിശ്ചയിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സമയ പരിധിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് നമ്മുടേതായിരിക്കുന്ന അഹങ്കാരവും കഴിവുകളും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതിനൊക്കെയും ഒരു സമയപരിധി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ എല്ലാം തിരിച്ചടിയായിട്ട് വന്നു തുടങ്ങുമെന്ന് പറയും. രാവണന്റെ അനാവശ്യമായിട്ടുള്ള വാശിയും അധികാര പ്രമത്തതയും ഞാനെന്ന ഭാവവും ഒക്കെ കൊണ്ട് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ ആ കർമ്മങ്ങളൊക്കെയും രാവണന്റെ ജീവിതത്തില് തിരിച്ചടിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ശ്രീരാമചന്ദ്രൻ ഭഗവാനാണെന്ന് സ്വയം അറിയാം രാവണന്. ആധ്യാത്മികമായിട്ട് രാവണന്റെ ഉയർച്ചയോ അല്ലെങ്കിൽ അതിലേക്ക് പോകുമ്പോൾ അതൊരു വശമാണെങ്കിലും ബാഹ്യമായിട്ട് പ്രാപഞ്ചികമായിട്ട് രാവണൻ എന്നുള്ളതായിരിക്കുന്ന വ്യക്തി നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ട കഥാപാത്രം തന്നെയാണ്. എങ്ങനെ ഒരാൾക്ക് ജീവിതത്തിലെ പരാജയം സ്വയം വരുത്തി വെക്കാൻ സാധിക്കും, എങ്ങനെ തൻ്റെ കർമ്മങ്ങളെ കൊണ്ട് തൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ കഴിയും, ഏത് രീതിയിൽ തൻ്റെ ജീവിതം വഴിവിട്ട രീതിയിൽ കൊണ്ടുപോയാൽ പിന്നീട് അനുഭവിക്കേണ്ടതായിരിക്കുന്ന കർമ്മങ്ങൾ എന്തൊക്കെയായിട്ട് വരും, ഭക്തിയോ ജ്ഞാനവൈരാഗ്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ സംഭവിക്കും ജീവിതത്തില്. ഇപ്പൊ മനസ്സിനെ നമ്മൾക്ക് പ്രകൃതിയിലേക്ക് നമ്മെ വശീകരിച്ച് കൊണ്ടുപോകാൻ ധാരാളം കാര്യങ്ങളുണ്ട് ഈ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ. അതിലേക്കൊക്കെ മനസ്സ് പോകാൻ വളരെ എളുപ്പമാണ്. അറിവുള്ളവനെ സംബന്ധിച്ച് എവിടെയായാലും ഈ വിഷയങ്ങളിൽ പ്രപഞ്ചത്തിൽ പെടാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാ പറയണത്, എത്രയോ അനവധി കാലങ്ങളിലെ പൂർവജന്മങ്ങളിലെ വാസനയാണ് ഒരാളെ ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. സത്കർമ്മം ചെയ്ത് ഈ വാസന, കർമ്മവാസന, പൂർവജന്മങ്ങളിലുള്ളതായിരിക്കുന്ന ആ കർമ്മവാസനകൾ അങ്ങനെ സദ്വാസനയായിട്ട് വരുന്ന സമയത്താണ് ഒരാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി മനനം ചെയ്യണം, വിചാരം ചെയ്യണം എന്നൊക്കെ തോന്നുകയുള്ളൂ.
അതുവരെയും ഇതൊന്നും തോന്നൂല എന്നാണ് പറയുന്നത്. ഇങ്ങനെ പോകും ജീവിതം. ഒരുപാട് കർമ്മം ചെയ്യുന്നത് കുറയുന്നതായിരിക്കുന്ന സമയത്ത് കർമ്മബന്ധങ്ങളും ഇല്ലാതാവും, കർമ്മവാസനയും ഇല്ലാതാവും. ഈ കർമ്മബന്ധങ്ങളിൽ നിന്നൊഴിഞ്ഞാൽ പിന്നെ ഇനി ജന്മം, പൂർവ്വജന്മം അല്ലെങ്കിൽ ഇനി ഒരു ജന്മത്തിലേക്ക് പിന്തുടർന്നു വരാനൊന്നും ഇല്ലാതെയായിട്ട് മാറും. ഈ പിന്തുടർന്നു വരാനൊന്നും ഇല്ലാതെയായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് പ്രധാനമായിട്ടുള്ളത്. അതിന് ഉള്ള ഒരേ ഒരു വഴി നിരന്തരമായിരിക്കുന്ന ആ ഒരു മനനം, വിചാരം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് പുരാണങ്ങൾ പഠിക്കാൻ സാധിക്കും, അതിനായിക്കൊണ്ട് ഇതൊക്കെ കേൾക്കാൻ സാധിക്കും. രാമായണമായാലും ഹരിനാമ കീർത്തനമായാലും ജ്ഞാനപ്പാണിയായാലും വെറുതെയുള്ള നമശിവായ എന്നൊരു വാക്കു മാത്രമായാലും എല്ലാത്തിലും എല്ലാം അടങ്ങിയിരിക്കും. ബൃഹത്തായിരിക്കുന്ന ഒരു വേദമന്ത്രം അല്ലെങ്കിൽ ഒരു വേദം പഠിക്കുന്നതിന്റെ തുല്യമാണ് ഒരു ഹരേ രാമ മന്ത്രം നമുക്ക് ജപിക്കാൻ സാധിച്ചാൽ. അതിൻ്റെതായിരിക്കുന്ന വ്യാപ്തിയെ മനസ്സിലാക്കിക്കൊണ്ട്, അർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട്, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സാധിച്ച അത് തന്നെ ധാരാളം. അതിനെ മനനം ചെയ്ത് അതിലെ 4 അക്ഷരത്തിന്റെ ഓം നമഃശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ അർത്ഥത്തെ നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചാൽ വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ഈ വിചാരം നിരന്തരമായിട്ട് ചെയ്തുറപ്പിക്കാൻ സാധിക്കണം. അതിന് മനസ്സിന് ഇതൊക്കെ വിട്ടു പോണം. കർമ്മങ്ങളിൽ നിന്ന് വിടുതലുണ്ടാവണം, കർമ്മവാസനകളിൽ നിന്ന് വിടുതലുണ്ടാവണം. അതിന് നമുക്കുള്ള വഴി എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നമുക്ക് ജീവിക്കാം. രാമ 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 രാമ. കാരണം നമ്മളൊക്കെയും പ്രാകൃതരായതുകൊണ്ട് കാട്ടാള ജന്മങ്ങൾ തന്നെയാണ് ഒന്ന് ഓർത്താൽ അതേ ജീവിതമൊക്കെ തന്നെ ജീവിക്കും. അപ്പൊ ആ ഒരു ജന്മമായതുകൊണ്ട് ആ ഒരു ജന്മത്തിൽ നിന്നുള്ള പുനർജന്മമാണ് നമുക്ക് വേണ്ടത്. അതിന് ഈ രാമരാമ മന്ത്രം തന്നെയുള്ളൂ ആശ്രയം. താരക മന്ത്രമായതുകൊണ്ട്, തരണം ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് ഈ ജന്മത്തിൽ നിന്ന് തരണം ചെയ്ത് കാട്ടാളത്വത്തിൽ നിന്ന്, പ്രാകൃത ജന്മത്തിൽ നിന്ന് നമ്മെ താരക മന്ത്രമായിരിക്കുന്ന രാമമന്ത്രം അങ്ങനെ കൊണ്ടുപോകണം. ആ ഒരു പുനർജന്മം ഉണ്ടാവണം. ഇത് കഴിയട്ടെ, ഇനി അടുത്ത ജന്മത്തിൽ ഞാൻ നല്ല ഒരു ജന്മം ജനിച്ചോളാം എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള സമയം അതിനുവരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ തീവ്രേന ഭക്തിയോഗേന ഒട്ടും വൈകിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് നമ്മളൊക്കെ സമയവും മുഹൂർത്തവും ഒക്കെ നോക്കുന്നവർ, രാമായണം വായിക്കണമെങ്കിൽ സമയം നോക്കണം. നല്ല സമയമാണോ? സഹസ്രനാമം ചൊല്ലണമെങ്കിൽ നല്ല സമയമാണോ? വിളക്ക് കൊളുത്തണമെങ്കിൽ നല്ല സമയമാണോ? ഇങ്ങനെ എല്ലാത്തിനും സമയവും നിമിത്തവും നോക്കി സമയം കളയുന്നവരായതുകൊണ്ട് നാമം ജപിക്കാൻ സമയം നോക്കേണ്ട ആവശ്യമില്ല. ഒരു ജ്യോത്സ്യനെ കാണേണ്ട ആവശ്യമില്ല, ഒരു നിമിത്തവും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ തുടങ്ങുക. ഒട്ടും സമയം കളയാതെ ആ മന്ത്രജപം കൊണ്ട്, രാമമന്ത്രം കൊണ്ട് അങ്ങനെ കർമ്മങ്ങളിൽ നിന്നുള്ള വിടുതൽ, ആ ഒരു വിമുക്തി നമുക്കൊക്കെ കിട്ടട്ടെ. രാവണനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു യുദ്ധം ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് ആ ഒരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സദാ സമയവും ശ്രീരാമ പാദങ്ങൾ അങ്ങനെ മനസ്സിൽ, ആ ദേവിയുടെ മഹാദേവിയായിരിക്കുന്ന അമ്മയുടെ പാദങ്ങൾ അങ്ങനെ തെളിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ ഉറക്കട്ടെ. ആ പാദസ്മരണയിൽ ജീവിതം സ്വസ്ഥമായി, സന്തോഷമായി, സമാധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ ജഗദംബിക അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഓരോ വാക്കുകളും അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു.